ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ്സും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ്സും ഒരു എക്സ്ട്രാ കോളവും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡെബിറ്റും ക്രെഡിറ്റും ആഡ് ചെയ്യും. രണ്ട് സൈഡിലും എമൗണ്ട് കോളത്തിൽ ഓരോ ഡെബിറ്റിലും ഒരു എക്സ്ട്രാ കോളം, അതേപോലെ ക്രെഡിറ്റിലും ഒരു എക്സ്ട്രാ കോളവും കൂടി ആഡ് ചെയ്യും. അതാണ് നമ്മൾ ആ കോളത്തിന് ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫോർമാറ്റ് കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കണ്ടോ, ഒരു ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന റെസിപ്റ്റ്സ് ആണ് അല്ലെ. റെസിപ്റ്റ്സ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് വരവുകൾ, നമുക്ക് പൈസ വരുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. RN നമ്പർ, റെസിപ്റ്റ്സ് നമ്പർ, ദെൻ LF, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്. ഇത്രയുമാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ചെയ്തത്. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു കോളം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു എമൗണ്ടിന് വേണ്ടി. അവിടെ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബാങ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ എല്ലാം, റെസീപ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം നമ്മൾ ഇവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, LF, ക്യാഷ്. എഗെയിൻ ബാങ്കിൽ എക്സ്ട്രാ ഒരു കോളം കൂടി നമ്മൾ ആഡ് ചെയ്യും. അത് പേയ്മെന്റ് സൈഡിൽ, ബാങ്കിന്റെ പേയ്മെന്റ് സൈഡിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കോളത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ്, ദാറ്റ് മീൻസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു മന്ത്ലി ട്രാൻസാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 2018 January 1 തുടങ്ങി 31 വരെയുള്ള ഒരു മാസത്തെ ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്ക് കാണാൻ സാധിക്കും 1-ാം തീയതി ക്യാഷ് ബാലൻസ്, അപ്പൊ ഡെബിറ്റ് ആണ്, ക്യാഷ് ബാലൻസ് ഡെബിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് എപ്പോഴും ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ 2200 ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാവുന്നത് 2018 January 1 എന്നും പറഞ്ഞ് എഴുതിയിട്ട് ബാലൻസ് B/D എത്ര കാണിക്കാം, 2200 ക്യാഷ് കോളത്തിൽ കാണിക്കാം. അതായത് December 31 തീയതി ബാലൻസ് ഉണ്ടായ പൈസ January 1 തീയതിയിലേക്ക് ബ്രോഡ് ഡൗൺ ആയിട്ട് നമ്മൾ എഴുതി. അടുത്ത മാസം 1 തീയതിയിലേക്ക് അത് കൊണ്ടുവന്നു 2200. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ്. ഇവിടെ ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് എന്നോ ഓവർ ഡ്രാഫ്റ്റ് എന്നോ പറഞ്ഞാൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത ക്യാഷിനേക്കാൾ കൂടുതൽ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അത് സാധാരണ ചെയ്യുന്നത് ബിസിനസ്മാൻമാർക്കാണ് ആ ഫെസിലിറ്റീസ് കിട്ടുന്നത്. അതായത് എക്സസ് ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു ലിമിറ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എക്സസ് വിഡ്രോ ചെയ്തതാണ് നമ്മൾ 3500. അതാണ് ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ്. ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് എന്നോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നോ പറഞ്ഞാൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. 2018 January 1 ബാലൻസ് B/D എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 3500 ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. കാരണം ഇത് പേയ്മെന്റ് സൈഡിലാണ്, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് അടക്കുകയാണ്. അപ്പൊ ഡേറ്റ് 3 ക്യാഷ് സെയിൽ എന്ന് വെച്ചാൽ എന്റെ മീനിങ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനങ്ങൾ പൈസക്ക് വിറ്റു. അപ്പോ അവിടെ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ ജേണൽ എൻട്രി എന്ത്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പൊ ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു, സെയിൽസ് ഇൻകം ആണ്, അതും ഇൻക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്തു, ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്ന് കിട്ടി. അപ്പോ ഇത് നിങ്ങൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് മാത്രം കാണുന്ന ആളുകൾക്ക് ജേണൽ എൻട്രീസ് അറിയാൻ പാടില്ലെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഫസ്റ്റ് വീഡിയോസ്, യൂട്യൂബിൽ ചെന്ന ഫസ്റ്റ് വീഡിയോസ് സോയിസ് അക്കൗണ്ടൻസി ക്ലാസ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് +1 ഈസി മലയാളം ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ അതില് നന്നായിട്ട് ഞാൻ എങ്ങനെയാണ് ജേണൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രം ലെഡ്ജറിലേക്ക് വരിക. അത് കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിന്റെ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ആ കമന്റ്സ്, നിങ്ങളുടെ കമന്റ്സ് പ്രകാരം ഞാൻ വേണ്ട രീതിയിലുള്ള ഓൾട്ടറേഷൻസ് എക്സ്പ്ലനേഷനിൽ വരുത്തുന്നതായിരിക്കും. ഇനി ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പൊ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷും ബാങ്കും കൂടി കമ്പൈൻഡ് ലെഡ്ജർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ക്യാഷ് ഉണ്ട്,
ക്യാഷ് മുകളിലാണ്, അത് ഡെബിറ്റിലാണ്. അപ്പൊ ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ടു സെയിൽസ് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിവിടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. കണ്ട, ഡേറ്റ് 3 എന്നും പറഞ്ഞ് എഴുതി, ക്യാഷ് ബുക്കില് ടു സെയിൽസ് എന്നും പറഞ്ഞ് എഴുതി, ക്യാഷിന്റെ നേരെ 3900 നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 5th ക്യാഷ് പർച്ചേസസ് ആണ്. ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാഷ്. അപ്പൊ ജേണൽ എൻട്രിയുടെ സിറ്റുവേഷൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് താഴെയാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ ലെഡ്ജറിന്റെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക, അതായത് പേയ്മെന്റ് സൈഡിൽ വരിക. പേയ്മെന്റ് സൈഡിൽ വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ് ഡേറ്റ് 5 എന്ന് എഴുതി, പർച്ചേസ് എന്നും പറഞ്ഞ് എഴുതി. ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് എമൗണ്ട് ഏത് കോളത്തിൽ കാണിക്കണം? ക്യാഷ് കോളത്തിൽ കാണിക്കണം. സത്യം പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. അതായത് ക്യാഷ് പോയാല് അത് പേയ്മെന്റ്സ് ആണ്, അപ്പൊ ക്യാഷ് അടിയിലായിരിക്കും എഴുതുന്നത്. അപ്പൊ നമ്മൾ മുകളിലുള്ളത് പേയ്മെന്റ് സൈഡിൽ എഴുതുക. പിന്നെ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് മുകളിലായിരിക്കും എഴുതുന്നത്, അപ്പൊ പൈസ വന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടിയിലുള്ള ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് ചുരുക്കി പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാം. 7th വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്തു. അപ്പോ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറ്റി? ഇവിടെ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നു. അപ്പോ ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്തു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ബാങ്ക് നിന്ന് ക്യാഷ് കുറഞ്ഞു, അപ്പൊ അസറ്റ് കുറഞ്ഞുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് ടു ബാങ്ക് ആണ്. ഇത് കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും പോസ്റ്റ് ചെയ്യേണ്ടി വരും. ക്യാഷും ബാങ്കും കൂടി വന്നാൽ മാത്രമേ അങ്ങനെ കോൺട്രാ എൻട്രീസ് വരുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം ക്യാഷ് എടുക്കാം. ക്യാഷ് ഇവിടെ ക്യാഷിന്റെ ലെഡ്ജർ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യാഷ് ഡെബിറ്റ് ആണ്, മുകളിലാണ്. അപ്പൊ അതിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് 7th ടു ബാങ്ക് എന്നും പറഞ്ഞ് എഴുതിയിട്ട് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ലെഡ്ജർ ഫോളിയോയിൽ നമുക്ക് സി കാണിക്കാം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് എന്ന് എഴുതിയാൽ നമ്മൾ കാണിക്കേണ്ടത് ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. 1500 ക്യാഷ് കോളത്തിൽ കാണിച്ചു. തീർന്നില്ല പോസ്റ്റിംഗ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാ എൻട്രി ആയതുകൊണ്ട് അവിടെ ബാങ്ക് ഉണ്ട്. അപ്പൊ ക്യാഷിന്റെ ബാങ്കിന്റെ ലെഡ്ജർ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ബാങ്ക് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് കണ്ട് ഡേറ്റ് 7 എന്ന് എഴുതിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ക്യാഷ് ആണ് കിടക്കുന്നത്. അപ്പൊ ക്യാഷ് എന്ന് എഴുതുക. കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി കാണിക്കുക. എന്നിട്ട് ക്യാഷ് എന്ന് എഴുതിയാൽ നമ്മൾ എമൗണ്ട് പോസ്റ്റ് ചെയ്യേണ്ടത് ബാങ്ക് കോളത്തിലാണ്. അതാണ് ബാങ്ക് കോളത്തിൽ 1500 കാണിച്ചത്. അപ്പോ ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 9th പെയ്ഡ് ടു മോഹൻ ബൈ ചെക്ക്. മോഹന് പൈസ കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ നമ്മൾ ക്യാഷ് അല്ല കൊടുത്തത്, ചെക്കാണ് കൊടുത്തത്. ചെക്ക് കൊടുത്താൽ നമ്മളുടെ ബാങ്ക് ബാലൻസ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ ക്യാഷുമായിട്ട് ബന്ധമില്ല. അപ്പൊ നമ്മൾ ഇവിടെ സോമൻ അക്കൗണ്ട് അറ്റാച്ച് ടു ബാങ്ക് എന്നാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സോമൻ എന്റെ ലെഡ്ജർ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ ബാങ്കിന്റെ ലെഡ്ജർ ചെയ്യുന്നു. ബാങ്ക് ഇവിടെ എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പൊ ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമുക്ക് പോകാം. ഡേറ്റ് ഇവിടെ 9 ആണ്. നമ്മൾ 9 എഴുതി, എന്നിട്ട് സോമൻ എന്നും പറഞ്ഞ് എഴുതി. എന്നിട്ട് ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്. അപ്പൊ ബാങ്ക് കോളത്തിലാണ് 1450 കാണിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് 11th പേഴ്സണൽ വിഡ്രോവൽ ഫ്രം ബാങ്ക്. അതായത് നമ്മള് സ്വന്തമായിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് ക്യാഷോ സ്റ്റോക്കോ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്താൽ അതിന് നമ്മൾ പറയുന്നത് ഡ്രോയിങ്സ് എന്നാണ്. ഇതിപ്പോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേഴ്സണൽ യൂസിന് വേണ്ടി പൈസ വിഡ്രോ ചെയ്തത്. അപ്പോ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റാച്ച് ടു ബാങ്ക് ആണ്. അപ്പൊ ബാങ്ക് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക. ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നു, 11 എഴുതി. ബാങ്കിൽ ബാങ്ക് എന്ന് എഴുതാൻ പാടില്ല, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡ്രോയിങ്സ് ആണ്. അപ്പൊ നമ്മൾ ബൈ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ 600 കാണിക്കാം. ബൈ എന്ന് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് 11th റിസീവ്ഡ് എ ചെക്ക് ഫ്രം മോഹൻ. മോഹന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ചെക്ക് കിട്ടി. അപ്പൊ ചെക്ക് കിട്ടിയാൽ നമ്മൾ ക്യാഷ് കിട്ടിയതുപോലെ കണക്കാക്കണം. അപ്പോ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് ടു മോഹൻ അല്ല, മധു ആണ്. സോറി, ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് ടു മധു ആണ്.
അപ്പൊ ക്യാഷ് ഇവിടെ ഏത് പൊസിഷനിലാണ്? മുകളിലാണ്, ഡെബിറ്റ് സൈഡിലാണ്, ഡെബിറ്റ് പൊസിഷനിലാണ്. അപ്പൊ നമ്മൾ ക്യാഷിന്റെ ലെഡ്ജറിന്റെ ഡെബിറ്റ് പൊസിഷനിൽ വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഡേറ്റ് 13 എഴുതിയിട്ട് ടു മധു എന്നും പറഞ്ഞ് എഴുതി ക്യാഷ് കൊടുത്തുകൊണ്ട് ക്യാഷ് കോളത്തിൽ, ക്യാഷ് കിട്ടിയതുകൊണ്ട് ക്യാഷ് കോളത്തിൽ 9500 കാണിക്കാം. ഇനി അടുത്തത് നമുക്ക് 11th ചെക്ക് റിസീവ്ഡ് ഫ്രം മധു വാസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. അതായത് ഈ മധുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കില് മാറാനായിട്ട്, അത് ക്യാഷ് ആക്കി മാറ്റുവാനായിട്ട് നമ്മൾ കളക്ഷന് വേണ്ടി അയച്ചു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ചെക്ക് കിട്ടിയപ്പോ ക്യാഷ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ ആ ചെക്ക് ബാങ്കിലേക്ക് പോകുമ്പോൾ ക്യാഷ് പോയതായിട്ട് കണക്കാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് കുറഞ്ഞത് കൊണ്ട് ടു ക്യാഷ് എന്നും പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാങ്ക് ബാലൻസ്, ബാങ്കിൽ കളക്ഷന് വരുമ്പോൾ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ക്യാഷ് ആണ്. ചെക്ക് കളക്ഷൻ അയക്കുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ക്യാഷ് ആണ്. ഇത് കോൺട്രാ എൻട്രി ആണ്, കാരണം ഇവിടെ ബാങ്കും വന്നു ക്യാഷും വന്നു. ഇനി നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ബാങ്ക് ഇവിടെ ഡെബിറ്റ് ആണ്. അപ്പൊ ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക, ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് ടു ക്യാഷ് എന്ന് കാണിക്കുക. എന്നിട്ട് കോൺട്രാ എൻട്രി എന്നുള്ള സിമ്പിൾ എഴുതുക LFല്, പിന്നെ ക്യാഷ് എന്ന് എഴുതിയോണ്ട് ബാങ്ക് കോളത്തിൽ 9500 കാണിക്കുക. ഇനി തീർന്നില്ല, കാരണം കോൺട്രാ എൻട്രി ആയതുകൊണ്ട് അടുത്ത പോസ്റ്റിങ്ങും വരണം. അപ്പൊ രണ്ടാമത്തത് ഇവിടെ ക്യാഷ് ആണ്, ക്യാഷ് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക, ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നതിന് ശേഷം നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ് പോസ്റ്റ് ചെയ്യേണ്ടത്. 14 ബൈ ബാങ്ക് എന്നും പറഞ്ഞ് എഴുതിയിട്ട് കോൺട്രാ എൻട്രി LFല് കാണിച്ചിട്ട് ബാങ്ക് എന്ന് എഴുതിയാൽ നമ്മൾ ഏത് കോളത്തിൽ കാണിക്കണം? ക്യാഷിന്റെ കോളത്തിൽ 9500 ക്യാഷിന്റെ കോളത്തിലാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കണ്ടേ, ക്യാഷ് ഇവിടെ നമ്മൾ ക്യാഷ് എന്ന് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ശരിക്കും അല്ലെ? ഇവിടെ ആദ്യത്തത് ക്യാഷ് ഡെബിറ്റ് സൈഡില് 9500 എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ബാങ്കില് ക്രെഡിറ്റ് സൈഡ് ക്യാഷ് 9500 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഡെബിറ്റ് സൈഡ് ക്യാഷും ഈ ക്രെഡിറ്റ് സൈഡ് ക്യാഷും ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും. പിന്നെ എവിടെ വരുന്നത്? ഈ പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് ബാങ്കിലാണ്. കണ്ടോ, ബാങ്കിൽ വന്നു. അപ്പൊ 9500 മാത്രമേ ഉള്ളൂ ശരിക്കും ആക്ച്വലി എമൗണ്ട്. ബാക്കി 9500 ഡെബിറ്റും ക്രെഡിറ്റും ഉള്ളു, ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ആയി പോയാൽ പിന്നെ ഒരു ഡെബിറ്റിന്റെ ഒരു എഫക്ട് മാത്രമേ വരുള്ളൂ. നമ്മുടെ പൈസ കിട്ടിയതായിട്ട് 9500 മാത്രമേ അവിടെ വരുള്ളൂ. ഓക്കെ, ഇനി 11th കഴിഞ്ഞ് ഇനി 17th വരുന്നത് അല്ലെ? ക്യാഷ് പെയ്ഡ് ഫോർ പോസ്റ്റേജ്. പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ് അക്കൗണ്ട് ഡെറ്റാർ ടു ക്യാഷ് ആണ്. അപ്പോ ക്യാഷ് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി, ക്രെഡിറ്റ് സൈഡ് വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ക്യാഷിൽ ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല, അതിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റേജ് ആണ്. അപ്പൊ പോസ്റ്റേജ് എന്നും പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കോളത്തിൽ 150 കാണിക്കാം. ഇനി 9th തോമസ്, വൺ ഓഫ് അവർ കസ്റ്റമർ പെയ്ഡ് ഡയറക്ട്ലി ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ഒരു തോമസ് എന്ന് പറയുന്ന ഒരാള്, ഒരു കസ്റ്റമർ നമ്മളുടെ കയ്യിൽ പൈസ തരാതെ അയാൾ നേരിട്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബിസിനസ് ഫേം എന്ന് പറയുന്നത് എറണാകുളത്തായിരിക്കും. അപ്പോൾ ഈ തോമസ് എന്ന് പറയുന്ന ആള് പർച്ചേസ് ചെയ്യാൻ വരുന്നത് ട്രിവാൻഡ്രത്താണ്. പക്ഷെ ഇയാൾ ആദ്യമേ പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നീട് പൈസ തരാമെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ പിന്നെ ഇയാള് പൈസ തരുന്ന സമയമാകുമ്പോഴേക്ക് ഇയാളുടെ വീട് ട്രിവാൻഡ്രത്തല്ലേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് വീണ്ടും എറണാകുളത്തേക്ക് വരില്ല. അയാള് നമ്മളുടെ ബാങ്കില് ട്രിവാൻഡ്രത്തുള്ള ബാങ്കിൽ കൊണ്ട് നമ്മളുടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ അവിടെ നമുക്ക് കിട്ടും. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു തോമസ് എന്നാണ്. അപ്പൊ എൻട്രി എന്താണ്? ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു തോമസ്. അപ്പൊ ബാങ്കില് നമുക്ക് ഡെബിറ്റ് സൈഡില് ലെഡ്ജറില് ടു തോമസ് എന്ന് പറഞ്ഞ് എഴുതി 3000 കാണിക്കാം. കണ്ടോ, ഇവിടെ 19th തോമസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 3000 ബാങ്ക് കോളത്തിൽ കാണിക്കാം. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കോളത്തിൽ കാണിക്കാം, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കോളത്തിൽ കാണിക്കാം. ഇനി 23 വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടി പൈസ വിഡ്രോ ചെയ്തു. അപ്പൊ എൻട്രി എന്താണ്?
ക്യാഷ് വന്നതാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക്, ഇത് കോൺട്രാ എൻട്രി ആണ്. കണ്ട, ഇത് കോൺട്രാ എൻട്രി ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക് കോൺട്രാ എൻട്രി. ക്യാഷ് ഡെബിറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടു ബാങ്ക് എന്ന് എഴുതാം. ഡേറ്റ് 23 CF എന്ന് എഴുതിയിട്ട് നമ്മൾ ബാങ്ക് എന്ന് എഴുതിയാൽ ഏത് കോളത്തിൽ കാണിക്കണം, ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. അതേപോലെ ഇവിടെ 23 എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബാങ്ക് ക്രെഡിറ്റ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ഡെബിറ്റിൽ കിടക്കുന്ന എൻട്രി ക്യാഷ് എന്ന് എഴുതുക. ക്യാഷ് എന്ന് എഴുതി കോൺട്രാ എൻട്രി എന്ന് കാണിച്ചു. എന്നിട്ട് ക്യാഷ് എന്ന് എഴുതിയാൽ ഏത് കോളത്തിൽ കാണിക്കണം, ബാങ്ക് കോളത്തിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ക്യാഷ് എന്ന് എഴുതിയാൽ നമ്മൾ കാണിക്കേണ്ടത് ബാങ്ക് കോളത്തിലാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ഇൻ ടു ബാങ്ക് ആണ്. ഇനി നമ്മൾ ബാങ്കിലേക്ക് പൈസ അടച്ചു. അപ്പോ വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് ടു ബാങ്ക് ആണ്, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നേരെ റിവേഴ്സ് എൻട്രി ആണ്. എന്താ വരുന്നത്, ബാങ്ക് ടു ക്യാഷ്, നേരെ ഓപ്പോസിറ്റ് എൻട്രി. വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് ടു ബാങ്ക്, ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ടു ക്യാഷ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു ക്യാഷ്, അതും കോൺട്രാ എൻട്രി ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ 900 ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോ ബാങ്ക് ഇവിടെ ഡെബിറ്റ് ആണ്. അപ്പൊ ബാങ്ക് ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് ടു ക്യാഷ് എന്ന് എഴുതാം. ഇവിടെ ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതിയിട്ട്, അല്ല, ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു, ഓക്കെ. അപ്പൊ ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് കോൺട്രാ കോളം കാണിച്ചിട്ട് ക്യാഷ് എന്ന് എഴുതിയാൽ ബാങ്ക് കോളത്തിൽ 900 കാണിക്കാം. ഇനി അതിന് ശേഷം ഇപ്പുറത്താകുമ്പോ കോൺട്രാ എൻട്രി ആകുമ്പോ ബാങ്ക് ക്രെഡിറ്റ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, അല്ല, ഇവിടെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക് എന്നല്ലേ നമുക്ക് വന്നിരിക്കുന്നത്. അതെ, ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു ക്യാഷ് എന്നാ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ക്യാഷ് ചെയ്യുമ്പോൾ ക്യാഷ് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ബൈ ബാങ്ക് എന്നും പറഞ്ഞാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്നിട്ട് കോൺട്രാ എൻട്രി എന്നും പറഞ്ഞ് എഴുതി നമുക്ക് എത്ര കാണിക്കാം, 900 കാണിക്കാം. ഇനി അടുത്തത് 27 റിസീവ്ഡ് എ ചെക്ക് ഫ്രം കൃഷ്ണൻ ആൻഡ് ദ സെയിം വാസ് ഗിവൺ ടു ബാങ്ക് ഫോർ കളക്ഷൻ. അതായത് ചെക്ക് കിട്ടി, ആ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ ബാങ്കിൽ കളക്ഷന് വേണ്ടി അയച്ചാൽ, അതായത് ചെക്ക് കിട്ടി ആ സെയിം ഡേറ്റിൽ തന്നെ ബാങ്കിൽ കളക്ഷന് വേണ്ടി അയച്ചാൽ നമ്മൾ എൻട്രി എഴുതുന്നത് ബാങ്കിന് ഡെബിറ്റ് ചെയ്യുക, തന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു കൃഷ്ണൻ എന്നാണ് വരുന്നത്. അപ്പോ നമുക്ക് ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, 27 എഴുതി ടു കൃഷ്ണൻ എന്നും പറഞ്ഞ് എഴുതിയിട്ട് ബാങ്ക് കോളത്തില് 7200 നമുക്ക് കാണിക്കാം. ഇനി 29th നോക്കിയാൽ ഇവിടെ മധുസ് ചെക്ക് വാസ് റിട്ടേൺഡ് ഡിസോണേഡ്. മധുവിന്റെ ചെക്ക് നമുക്ക് ഡിസോണറായി. എന്താണ് ഡിസോണർ എന്ന് നോക്കാം. അതായത് ഒരാളുടെ ചെക്ക് കിട്ടുമ്പോൾ അയാൾ ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന തുക അയാളുടെ പേരിൽ അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം. അപ്പൊ അതിൽ 1 രൂപ കുറഞ്ഞാൽ പോലും ബാങ്ക് പൈസ തരില്ല. അതിൽ എത്രയാണോ 9500 ആണ് ചെക്കിന്മേൽ എഴുതി നമ്മൾ ബാങ്കിൽ കളക്ഷന് വേണ്ടി അയച്ചത്. പക്ഷെ ഒന്നില്ലെങ്കിൽ ഒരു പൈസ അയാളുടെ കയ്യിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ 9500-നേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ബാങ്കിലുള്ളത്. അങ്ങനെ വന്നാലും പ്രശ്നം എന്ന് വെച്ചാൽ ബാങ്ക് പാസ്സാക്കൂല. അയാൾ എഴുതിയിരിക്കുന്ന എമൗണ്ട് അവിടെ വേണം. അപ്പൊ അത് ചെക്ക് ഡിസോണർ ആവും. സാധാരണ ചെക്ക് കളക്ഷൻ അയച്ചാൽ ചെക്ക് മേടിച്ചു വെച്ചിട്ട് പൈസ നമുക്ക് തരും. പക്ഷെ ഡിസോണർ ആയാൽ പൈസ തരില്ല, പകരം എന്ത് ചെയ്യും, ചെക്ക് നമുക്ക് തിരിച്ചു തരും. അപ്പൊ ഈ തരാനുള്ള ആള് വീണ്ടും നമുക്ക് പൈസ തരേണ്ടി വരും. അപ്പൊ ഇവിടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ മധുസ് ചെക്കാണ് ഡിസോണർ ആയത്. അപ്പോ വീണ്ടും എൻട്രി മധുസ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക്. കാരണം ബാങ്ക് ബാലൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും ഡിസോണർ ആകുമ്പോൾ. അപ്പൊ അസറ്റ് കുറയുന്നത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ മധുസ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക് എന്നാണ് പറയുന്നത്. ബാങ്കില് നമുക്ക് എന്ത് ചെയ്യാം, 28th ബൈ മധു എന്നും പറഞ്ഞ് എഴുതി ബാങ്ക് കോളത്തില് 9500 കാണിക്കാം. ഇനി 29th പെയ്ഡ് സാലറി ബൈ ചെക്ക്. അപ്പൊ സാലറി അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക് ആണ്. അപ്പോ ഇവിടെ 1000. അപ്പൊ ബാങ്ക് ഇവിടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ബൈ സാലറി എന്നും പറഞ്ഞ് എഴുതുക 29th എന്നിട്ട് ബാങ്ക് കോളത്തിൽ 1000 കാണിക്കാം. പിന്നെ നെക്സ്റ്റ് അടുത്ത് വരുന്നത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ബാങ്ക് നമുക്ക് തരുന്ന സർവീസിന്റെ ഫലമായിട്ട് അവർ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അപ്പൊ അതാണ് ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ എൻട്രി ബാങ്ക് ചാർജസ് എക്സ്പെൻസ് ആണ്. അപ്പൊ ബാങ്ക് ചാർജസ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക്. അപ്പൊ ബാങ്ക് ക്രെഡിറ്റ് ആയതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡ് വന്നിട്ട് എന്ത് ചെയ്യാം,
ബൈ ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞ് 40 നമുക്ക് കാണിക്കാം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഇൻകോ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക് എന്ന്, അത് എക്സ്പെൻസ് ആയിപ്പോയി. എൻട്രി വരേണ്ടത് ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു ഇൻട്രസ്റ്റ് എന്നാണ് കേട്ടോ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാങ്കില് നമ്മൾ 2 ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞാണ് പോസ്റ്റ് ചെയ്യുന്നത് 30 കേട്ടോ. പോസ്റ്റിംഗ് കറക്റ്റ് ആണ്. അപ്പോൾ ബാങ്ക് കോളത്തിൽ 120 കാണിക്കാം. അപ്പൊ അത് മറന്നു പോരുത്. പോസ്റ്റ് ജേർണൽ എൻട്രി എഴുതിയപ്പോൾ റിവേഴ്സ് ആയിപ്പോയി. അപ്പോ അടുത്തത് 31 പെയ്ഡ് രാജേഷ് ബൈ ചെക്ക്. രാജേഷിന് പൈസക്ക് വരെ ചെക്ക് കൊടുത്തു. അപ്പൊ എൻട്രി രാജേഷ് അക്കൗണ്ട് അറ്റാർ ടു ബാങ്ക് എന്നാണ്. അപ്പൊ 31st നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് വന്നിട്ട് ബൈ രാജേഷ് എന്നും പറഞ്ഞ് എഴുതി ബാങ്ക് കോളത്തിൽ 1350 കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോ ദ ഡെബിറ്റ് ബാലൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ക്യാഷ് ബുക്ക് നോക്കിയാല് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഡെബിറ്റ് സൈഡ് കൂട്ടുക. അപ്പോൾ 18,100. ഇവിടെ ക്രെഡിറ്റ് സൈഡ് കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ എമൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് 18,100 എഴുതുക. അതിനുശേഷം 2,600 മുതൽ 900 വരെയുള്ള ഐറ്റംസ് മൈനസ് ചെയ്യാം. അപ്പൊ ബാലൻസ് നമുക്ക് 4,950 ആണ് നമുക്ക് കിട്ടുന്നത്. ബൈ ബാലൻസ് സി ബാർ ഡി 4,950. അതായത് ഓപ്പണിംഗിൽ നമുക്ക് ക്യാഷ് ഉണ്ടായത് 2,200 ആയിരുന്നു. അത് ക്ലോസിംഗ് ആയപ്പോഴേക്ക് ഈ ആ മാസം അവസാനം വന്നപ്പോൾ നമ്മളുടെ കയ്യിൽ ബാലൻസ് 4,950 റുപ്പീസ് ഉണ്ട്. അപ്പൊ കൂടുതൽ ക്യാഷായി. ഇനി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 3,500 റുപ്പീസ് ബാങ്കിലേക്ക് അങ്ങോട്ട് അടക്കാനാണ് ഉണ്ടായിരുന്നത് അല്ലെ. അങ്ങോട്ട് അടക്കാനുണ്ടായിരുന്ന പൈസ ഇപ്പൊ എന്താണ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെയും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, 20,720. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൊണ്ടുവന്ന് എഴുതുക. 20,720 എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 3,500 മുതൽ 1,350 വരെയുള്ള ഐറ്റംസ് മൈനസ് ചെയ്ത് വരാം. അപ്പൊ ബാലൻസ് എത്ര കിട്ടും, 780 കിട്ടും. ഇവിടെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് നമ്മൾ മോചിതരായി രക്ഷപ്പെട്ട് നമുക്കിപ്പോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 780 രൂപയുണ്ട്. അപ്പൊ ഈ മാസം 31st നമ്മൾ ഇതിന്റെ ബാലൻസ് എടുക്കുന്നത്. അപ്പൊ ജനുവരി മാസമായിരുന്നു ഇത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത മാസം ഫസ്റ്റ്, അത് ഫെബ്രുവരി 1 ബാലൻസ് ബി ബാർ ഡി എന്ന് പറഞ്ഞ് എഴുതി ഈ സി ഡിയിലുള്ള എമൗണ്ട് കണ്ട 4,950 ബാങ്കിലുള്ള 780 എടുത്ത് എഴുതുക. അതായത് ഇനി അടുത്തത് ഫെബ്രുവരി മാസത്തെ കണക്ക് ഇതിന്റെ അടിയിൽ വരും. അത് കഴിയുമ്പോൾ മാർച്ച് വരും, ഏപ്രിൽ വരും, മെയ്, അങ്ങനെ വന്ന് ആ ബുക്ക് തീരുന്നത് വരെ എത്ര വർഷമുണ്ട് അത്രയും വർഷത്തെ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും നമുക്ക് കൃത്യമായിട്ട് അതാത് മാസത്തെ അതാത് ഇയറിൽ അറിയാൻ സാധിക്കും. അപ്പോ ക്യാഷ് ബുക്കിന് ഒറ്റ ബുക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ബുക്കിലായിരിക്കും ക്യാഷും ബാങ്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഞാൻ അതനുസരിച്ച് അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.